അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സമൂസൻ്റെ വീഡിയോ ആയിട്ടാണ്. പക്ഷേ ഈ സമൂസ പറഞ്ഞാൽ എല്ലാവരും സമൂസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി സമൂസ ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ഇത്രമാത്രം ഒരു പ്രശ്നമില്ലാത്തൊരു സമൂസ ഈസി ആയിട്ട് ഒരു ഓലം വന്ന് നമുക്ക് 4 സമൂസ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് സമൂസക്കുള്ള സീറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പാത്രത്തിലേക്ക് 1.5 കപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാർന്ന് കൊടുക്കാം. അവരെ വെള്ളം പാരത്, ആവശ്യത്തിന് വെള്ളം പാർന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇറക്കിയെടുക്കാൻ നോക്കാം. ഒരു പരുവായിട്ട് നമുക്കിത് 1 മണിക്കൂറിന് റെസ്റ്റിന് വെക്കണം. കഴിഞ്ഞ് ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഒരു 2 ചെറുതാക്കി അരിഞ്ഞെടുത്തു, ഒരു 2 വല്ലുള്ളി ചെറുതാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഉണ്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ നമ്മളുടെ ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു ഉരുളി വെച്ചെടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് വലിയുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ കുടിച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് കുറച്ചേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് ഇട്ടോ. എന്നിട്ട് നല്ല പോണം നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. നമുക്ക് അത് ഇനി കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കാം കേട്ടോ. വെറുതെ വെല്ലോ ഭാഗത്തേക്കും ഇളക്കാണ്ട് എത്തിച്ചിടാം. നമുക്കിത് അടച്ചേക്കാം. നമുക്ക് അടുത്തത് ഇനി ഓല ഉണ്ടാക്കാം കേട്ടോ. സമൂസ ഓല ഉണ്ടാക്കാൻ ഇതൊരു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദ നമുക്ക് സമൂസ ഓലക്കെല്ലാം മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പെരത്തി നമുക്ക് ഓലക്കിലെ ഇതാക്കി മാറ്റണം. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോ ബോളുകളാക്കി മാറ്റണം.
ഇതേമാതിരി ബോളുകളാക്കി മാറ്റട്ടെ നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പ്രസ്സിൽ അമർത്തിയെടുക്കട്ടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന്മേൽ വെച്ചിട്ട് പരത്തട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മാവുന്ന് നമുക്ക് 6 ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ഷീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സമൂസ നമ്മളത് ചെറുതാവും, വലിയ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സമൂസ വലുതാവും ചെയ്യും കേട്ടോ. അപ്പം വലിയ ഷീറ്റ് ഉണ്ടാക്കാൻ നോക്കുക. കുറേ ചെറിയ ചെറിയ ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും ബെറ്റർ വലിയ വലിയ ഷീറ്റ് കിട്ടണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഒക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കാം കേട്ടോ. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ പാൻ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മളെ എടുത്ത് വെച്ച ഓല സീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇടലിൽ കുറച്ച് നേരം നിന്നിട്ട് വേഗം മറിച്ചിടാൻ നോക്കാം. ചെറിയൊരു വേവ് മതി നമുക്ക്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ഒരു പൊള്ളച്ചൊന്നായിരിക്കും മതി കേട്ടോ. ഇതിപ്പോൾ ഓല ഷീറ്റായിട്ട് നമുക്കിത് പാത്രത്തിൽ ഇടാം. ഈ ഒരു ലെവൽ പണിയുന്നുണ്ട്. ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഓല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കാരണം നമുക്ക് ഇനി പൊരിച്ചാലാണ്, അപ്പോൾ ജസ്റ്റ് എണ്ണയിലിട്ട് പൊരിക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് ഓല ആക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റുമ്പോൾ ഇതൊക്കെ കീറാൻ സാധ്യതയുണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓയാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല റെഡി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കാണിക്കാം. ഇനി കട്ട് ചെയ്യേണ്ട പരിപാടിയാണ് അടുത്ത്. ഇനി നമുക്ക് ഇതിലെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇത് കട്ടിയാക്കാം കേട്ടോ. വലുത് കറക്റ്റിന് വെക്കൊക്കെ കറക്റ്റിന് വെച്ചതിന് ശേഷം എല്ലാം കറക്റ്റിന് വെക്കാം. ചെറുതുണ്ടെങ്കിൽ മാറ്റി വെക്കുക, ലാസ്റ്റ് വെക്കാം. നമുക്ക് അതുപോലെ വലുതൊക്കെ കറക്റ്റിന് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കട്ട് ചെയ്യണമാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. സെൻറ്റർ നോക്കി കട്ട് ചെയ്യണം. അതേപോലെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 7 ഷീറ്റും വന്ന് നമുക്ക് 28 ഓല കിട്ടിയിട്ടുണ്ട് കേട്ടോ. 28 ഓല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മൈദ കലക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം മൈദ മതി. കുറച്ച് വെള്ളം വാരുക. ഓവറായി ലൂസാകരുത് കേട്ടോ. ഒരു മീഡിയം ലൂസിലാക്കുക. ലൂസാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഷീറ്റ് ഒട്ടിച്ചാൽ പശ ഇട്ട് നമ്മൾ തയ്യാറാക്കണം. കുറച്ച് ലൂസ് ആക്കി വിടാം. ഓക്കെ, ഈ ഒരു രീതി ഇതിൽ മതി കേട്ടോ. ലൂസിൽ മതി. ഇതിന് കാണാം ഒരു ചെറിയ ടൈറ്റ് ഇതിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഓല മടക്കഞ്ഞ് നമുക്ക് മസാല ഇവിടെ വെക്കാം കേട്ടോ. മസാല വെക്കാം. നമ്മൾ ഓല വെക്കാം. നമ്മളെ പശ ഓക്കെ, പശ കൂടി വെക്കാം. നമുക്കിത് മടക്കട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ സൈഡ് എൻ്റെ ഈ ഭാഗം കണ്ടില്ല ഞങ്ങൾ. എന്നിട്ട് ഇത് പുറം ഭാഗമാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മടക്കിയെടുക്കാം. ചെറിയ രീതിയിൽ പകുതി മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് പശ വെള്ളം തേക്കണം. എന്നിട്ട് ഈ ഭാഗം അതേപോലെ മടക്കി കൊണ്ടുവരാം. ഈ ഒരു കൂർപ്പ് അടയണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൂർപ്പ് അടക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇത് കൈൻ്റെ ഉള്ളിൽ വെക്കുക. ഒരു സ്പൂണിൽ കുറച്ച് മസാല എടുക്കണം. ഓവറായി നടക്കരുത്. ഒരു 2 സ്പൂണോ 3 സ്പൂണോ എടുക്കണം. ഓക്കെ, നമ്മൾ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൈ കൊണ്ടൊന്ന്
താത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം. ഇവിടെ തന്താമര കൊണ്ട് വെച്ചിട്ട് ശേഷം എന്നിട്ട് ഈ ഏരിയ മൊത്തം കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം മടക്കുക. ഇവിടെയും കൂർപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വളർക്കട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഓക്കെ, ഇതേപോലെ എടുത്തിട്ട് ആക്കണം. ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ട് ക്യാമറ മുമ്പിൽ ഉണ്ടായതുകൊണ്ടാണ്. മൊത്തം ഭാഗത്തിൻ്റെ മേലേക്ക് വെക്കുക. കൂർപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയിൽ എത്രമാത്രം ഫോട്ടോ ഇടാൻ വയ്ക്കുക അത്രമാത്രം നോക്കുക. മസാല എടുക്കുക 2 സ്പൂണ്. നമ്മൾ മൈദ ഇതിൻ്റെ ഒട്ടി വെച്ച് കൊടുക്കട്ടോ. ഇത് നേരെ മടക്കുക. ഓക്കെ, ഇതേപോലെ എല്ലാം ആക്കിയെടുക്കട്ടെ നമുക്കിനി. അപ്പോൾ നമ്മൾ സമൂസ ഒക്കെ ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഒരു ഓല അതിൽ ചെറുതേന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വരും കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ ചെറിയൊരു ഓല സീറ്റ് ഉണ്ടായിന്. ബാക്കിയൊക്കെ ഒരു മീഡിയം വലുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ പൊരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അതിലേക്ക് പോകാം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം കേട്ടോ. അടുപ്പ് കത്തിയതിന് ശേഷം നമുക്ക് പൊരിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തണം കേട്ടോ. നിങ്ങൾ ഏതൊക്കെ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഞാൻ ഒന്ന് ചൂടായിട്ടെ. അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഗോൾഡ് കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് കോരി എടുക്കാം കേട്ടോ. നമ്മുടെ സമൂസ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും അടിയിലൊന്നും പറയാൻ വയ്യ. ഷാജി ചേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.